Good afternoon all. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു പോർഷനും കൂടി ബാലൻസ് ഉണ്ട്. ഇറ്റ്സ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ്സ്. നമ്മൾ പെർമ്യൂട്ടേഷൻസ് പഠിച്ചു, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് പഠിച്ചു, സൈക്കിൾസിനെ കുറിച്ച് പറഞ്ഞു, ട്രാൻസ്പോസിഷനെ കുറിച്ച് പറഞ്ഞു, ഈവൻ ആൻഡ് ഓഡ് സൈക്കിൾസിനെ കുറിച്ച് പറഞ്ഞു. ഇനി we have two examples of even and odd permutation and ഏത് സൈക്കിൾ കിട്ടിയാലും അതിനെ നമുക്കതിനെ ട്രാൻസ്പോസിഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിന് ഇപ്പം A1 A2 എക്സെട്ര AN എന്നുള്ള ഒരു സൈക്കിൾ ആണെങ്കിൽ വി കുഡ് റൈറ്റ് A1 AN -1 എക്സെട്ര A1 A2 ആ രീതിയിൽ നമുക്കതിനെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിൽ എത്ര ട്രാൻസ്പോസിഷൻ ഉണ്ടോ അതിൻ്റെ എണ്ണമാണ്. അത് ഈവൻ ആണെങ്കിൽ ഈവൻ പെർമ്യൂട്ടേഷൻ ആവും, അത് ഓഡ് ആണെങ്കിൽ ഓഡ് പെർമ്യൂട്ടേഷൻ ആവും. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിളും പിന്നെ ഒരു തിയറം കണക്റ്റിംഗ് വിത്ത് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ്സ് ഡിഫൈൻ ചെയ്യാനുണ്ട്. ആ തിയറം ഉണ്ട് സെക്കൻഡ് മൊഡ്യൂളിന് സിലബസിൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സാമ്പിൾസിലോട്ട് പോകാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ടോ in Sn is an even permutation. നമ്മളിപ്പോൾ എഴുതുവാണെങ്കിൽ ടോയെ 1 to 2 എന്ന് എഴുതുവാണെങ്കിൽ ഇഫ് നമുക്കതിനെ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആയിട്ട് എഴുതാം. അത് കാണിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ 1 to 2 ഞാൻ ഫോർ എലമെന്റ്സ് ഉള്ള 1 to 2 ആണ് എടുത്തേക്കുന്നത്. 1 to 2 നമുക്ക് 1 2 എന്ന് എഴുതാം. അപ്പോൾ ഇറ്റ്സ് സെയിം ആസ് 1 to 1 2. സോ 1 goes to 2 here. 1 goes to 2, 1 2 1 goes to 2, 2 goes to 1, 3ഉം 4ഉം സെയിം ആയിരിക്കും. അതുപോലെ തന്നെ 2 goes to 1, 1 goes to 2, 1 2 തന്നെ സെയിം ആണത്. 1 2 3 4, 2 1 3 4. അപ്പം നമ്മളിത് ചെയ്യേണ്ടതിന് ആദ്യം 1 goes to 2 പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യാം. 1 goes to 2, 2 goes to 1, so 1 goes to 1, 2 goes to 1, 1 goes to 2, so 2 goes to 2, 3 goes to 3, 3 goes to 3, so 3 3 4 4. ഇതാണ് 1 2 2 1. സോ നമ്മുടെ ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഈസ് ആൻഡ് അപ്പം നമ്മൾ രണ്ട് പ്രോഡക്റ്റും ഉണ്ട് 1 2 1 2 തന്നെ. അതുകൊണ്ട് നമുക്ക് രണ്ട് ട്രാൻസ്പോസിഷൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് സോ ഇറ്റ്സ് ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ഈസ് അൺ ഈവൻ പെർമ്യൂട്ടേഷൻ. നമുക്ക് n = 1 ആണെങ്കിൽ S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് ഒരു രീതിയിൽ എഴുതാൻ പറ്റില്ല. നമ്മളതുകൊണ്ട് ഒരു ഈവൻ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുവാണ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ സിഗ്മ = 1 4 5 6 ആൻഡ് 2 1 5 ഇൻ S6 എന്ന് പറയുമ്പോൾ 6 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 1 4 5 6നെ നമ്മൾ ആദ്യം ഇത് ഈവൻ നമ്പർ ട്രാൻസ്പോസിഷന്റെ ഫോർമുലയ്ക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. സോ Sn = 1 6. ഇതിനെ നമുക്ക് ഫസ്റ്റ് കോമ 6 ലാസ്റ്റ് 1 6 1 5 1 4. ഈ 1 4 5 6നെ അങ്ങനെ നമുക്ക് എഴുതാം. 2 1 5നെ 2 5 2 1. സോ 1 2 3 4 5 ട്രാൻസ്പോസിഷൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അപ്പം ദ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഇൻ Sn ഈസ് ഇൻ സിഗ്മ ഈസ് നോട്ട് ഇൻ Sn, ഇറ്റ്സ് ഇൻ സിഗ്മ. ഇൻ സിഗ്മ ഈസ് number of transpositions is 5. So 5 is odd, therefore sigma is an odd permutation. Now we have the theorem of alternating groups. Before that, before the definition, we have the statement of the theorem. If n greater than or equal to 2, then the collection of all even permutations of 1 2 3 etc. n forms a subgroup of order n factorial by 2 of the symmetric group Sn. അപ്പോൾ തീറം ഡിഫൈൻ ചെയ്യുന്നത് n greater than or equal to 2 നാണ് സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ്. ഈവൻ പെർമ്യൂട്ടേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ എല്ലാ പെർമ്യൂട്ടേഷൻ സൈക്കിളിനെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളത് ഇസ് എ സബ് ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സെറ്റാന്ന് കാണിക്കുക, ഈവൻ സബ്സെറ്റാന്ന് കാണിക്കുക, ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കണം, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓഫ് ഓർഡർ n ഫാക്ടോറിയൽ ബൈ 2. അതിൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ An is in that group is
n factorial by 2. അപ്പോൾ അത്ര ആണ് കാണിക്കണം സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് Sn. ഫോർ ദ പ്രൂഫ് നമ്മൾ ഏറ്റവും ആദ്യം ഫോർ n greater than or equal to 2 consider Sn the collection of all permutations of 1, 2, 3 etc. n. നമ്മൾ ആദ്യം സെറ്റ് Sn നമ്മൾ എടുത്തു. Then each element of Sn is either an even permutation or an odd permutation. നമ്മളിപ്പോൾ നേരത്തെ ഒരു തിയറം വെച്ചിട്ട് പറഞ്ഞു നമുക്കതിനെ ഏത് പെർമ്യൂട്ടേഷനെ നമുക്ക് ഈവനോ ഓഡോ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന്റെ ഓർബിറ്റ്സ് എടുക്കുക, ഓർബിറ്റ്സിൽ നിന്ന് സൈക്കിളായിട്ട് എഴുതുക, സൈക്കിളിൽ നിന്ന് ഈ ട്രാൻസ്പോസിഷന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഈവൻ അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് cycles transposition multiple ആയിട്ട് എഴുതാൻ പറ്റും. So each element of Sn is either an even permutation or an even or an odd permutation. നമ്മൾ അതിൽ ഈവൻ പെർമ്യൂട്ടേഷന്റെ സെറ്റിന് an ഉം ഓഡ് പെർമ്യൂട്ടേഷന്റെ സെറ്റിന് bn ഉം ഡിനോട്ട് ചെയ്തു. ലെറ്റ് an denote the set of even permutations and bn denote the set of all odd permutations in Sn. Now to show that അപ്പോൾ അത് നമ്മൾ അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി. ഇനി അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണിക്കാൻ പോണത് ടു ഷോ ദാറ്റ് an is a subgroup of Sn. നമ്മൾ അതാണ് ഇനി കാണിക്കാൻ പോണത്. സബ് ഗ്രൂപ്പ് ആണ് കാണിക്കാൻ. ഇറ്റ്സ് ഷുഡ് ബി എ സബ്സെറ്റ് ഓഫ് an is a subset of Sn. നമ്മൾ അതിൽ നിന്ന് എടുത്തിരിക്കുന്ന എലമെന്റ്സ് മാത്രമേ anലുള്ളൂ. an ആണ് സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻ. ഒന്നുകിൽ ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ Sn നിന്ന് എടുത്തിരിക്കുന്നത് കൊണ്ട് ഷുവർലി ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് Sn. നമ്മൾ ഇനി കാണിക്കേണ്ടത് അത് ബൈനറി ഓപ്പറേഷൻ ആണ് അങ്ങോട്ട് കാണിക്കണം. ആദ്യം ക്ലോസ്ഡ് ആണ്. സോ ടേക്ക് എനി ടു പെർമ്യൂട്ടേഷൻസ് ഇൻ an sigma 1 for any sigma 1, sigma 2 element of an. Then sigma 1 is a product of even number of transpositions and sigma 2 is a product of even number. രണ്ടും anൽ എലമെന്റ് ആയതുകൊണ്ട് രണ്ടും എന്തായിരിക്കും ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ഈവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൻസ് സിഗ്മ 1 സിഗ്മ 2 ഒരു പ്രോഡക്റ്റ് ഓഫ് ഈവൻ. നമുക്ക് ഒരു 4 ആണ് ആദ്യത്തേലുള്ളതെങ്കിൽ സിഗ്മ 1ന്റെ പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്പോസിഷനിൽ 4 എലമെന്റ്സ് ഉള്ളത്. സിഗ്മ 2ൽ 6 ആണെങ്കിൽ സിഗ്മ 1 സിഗ്മ 2ൽ ഈ 4ഉം 6ഉം കൂടെ വരും. 4 + 6. സോ സിഗ്മ 1 അപ്പോൾ അതും ഈവൻ ആയിരിക്കും. ഹെൻസ് സിഗ്മ 1 സിഗ്മ 2 ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ആൻ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ്. ഹെൻസ് sigma 1 sigma 2 element of an. sigma 1 sigma 2 എടുത്തു കഴിഞ്ഞാലും അത് ഈവൻ പെർമ്യൂട്ടേഷൻ തന്നെ ആയിരിക്കും. therefore an is closed under the binary operation of Sn. now since n greater than or equal to 2 Sn has the transposition 1 2. നമുക്ക് 1 2 എന്നുള്ള ട്രാൻസ്പോസിഷൻ ഉണ്ട്. and tau is equal to 1 2 1 2 is an even permutation. 1 2 1 2 നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ എക്സാമ്പിൾ ചെയ്തതാണ്. 1 2 2 1 അടുത്ത് 2 1 is same as 1 2. 1 2 1 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ ആണ്. ഈസ് an even permutation. therefore tau the identity element of A, identity permutation. now we have to show that the inverse element of we have to find for a sigma element of an. for a permutation in an we have to find the inverse and we have to show that an is in that inverse is in this an itself. so for that choose any sigma element of an. then sigma can be written as the product of even number of transpositions. Since product of two same transposition is always equal to the identity permutation, for any transposition its inverse is in itself. നമ്മളിവിടെ കണ്ടു 1 2 1 2. അതുപോലെ തന്നെ 5 4 4 5 എടുത്ത് 5 4 5 4 എടുത്തു കഴിഞ്ഞാലും ഐഡന്റിറ്റി പെർമ്യൂട്ടേഷനെ കിട്ടുള്ളൂ. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ഏത് ട്രാൻസ്പോസിഷനും 3 2 2 3 2 3 ഏതെടുത്തു കഴിഞ്ഞാലും ഐഡന്റിറ്റി ട്രാൻസ്പോസിഷൻ തന്നെയാണ് കിട്ടുള്ളൂ. സോ അതിന്റെ ഒരു ട്രാൻസ്പോസിഷന്റെ ഇൻവേഴ്സ്
ആ ട്രാൻസ്പോസിഷൻ തന്നെയായിരിക്കും. ഇപ്പോൾ 1 to 1 2ന്റെ ഐഡന്റിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി ട്രാൻസ്പോസിഷൻ കിട്ടുന്നുണ്ട്. 1 2ന്റെ ഇൻവേഴ്സ് 1 2 തന്നെയാണ്. അതുപോലെ 5 4ന്റെ ഇൻവേഴ്സും 5 4 തന്നെ. അപ്പൊ അങ്ങനെ ഏത് ട്രാൻസ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ഈസ് ഇറ്റ് സെൽഫ്. ഹെൻസ് if sigma is equal to tau 1 tau 2 etc. tau r, where tau i's are transpositions, tau 1 each tau is tau 1 tau 2 etc. tau r, all are transpositions and r is an even number. നമുക്കറിയാം ഇതിൽ ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ആണ് ഉണ്ടാവേണ്ടത്. സോ r is an even number. Then by the reversal law of inverse we have sigma inverse is equal to, നമുക്ക് അറിയാം ഏറ്റവും ലാസ്റ്റത്തെ അതും വരും, tau r inverse tau r minus 1 inverse അങ്ങനെ പോയി tau 2 inverse tau 1 inverse. So it is equal to നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഓരോ ട്രാൻസ്പോസിഷന്റെയും ഇൻവേഴ്സ് ഇറ്റ് സെൽഫ്. സോ tau r inverse is tau r minus 1 inverse is tau r minus 1 etc. tau 2 tau 1. Thus sigma inverse can be written as the product of even number of transpositions and hence is an even number. Therefore sigma inverse element of an. Thus an is a subset of Sn such that an is closed under the binary operation of Sn. An contains the identity element, and for every sigma element of an its inverse sigma inverse element of an. Hence an is a subgroup of Sn. Next we have to show that നമ്മളിപ്പോൾ അതിൻ്റെ ആദ്യ പാർട്ട് പ്രൂവ് ചെയ്തു. നമ്മൾ ഇനി നെക്സ്റ്റ് പാർട്ട് കാണിക്കുന്നത് അതിൻ്റെ n ഫാക്ടോറിയൽ ബൈ 2 എലമെന്റ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എന്നും ബി എന്നും കൂടെ ചേരുമ്പോൾ എസ് എൻ ആവും. എസ് എന്നിന് ടോട്ടൽ n ഫാക്ടോറിയൽ ആണ് എലമെന്റ്സ് ഉള്ളത്. സോ എന്നും ബി എന്നും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. We have to show that cardinality of an is equal to cardinality of bn. That is an and bn have same number of elements. നമ്മൾ അതിന് വേണ്ടിയിട്ട് let tau be a fixed transposition in Sn. അങ്ങനെ ഒന്ന് it exists since n greater than or equal to 2. For example, we can take tau is equal to 1 2. tau എന്നുള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്പോസിഷൻ ആയിട്ട് എടുക്കുക. Define a function an to bn by phi tau of sigma is equal to tau sigma. നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പൊ നമുക്കൊരു ഫിക്സഡ് ട്രാൻസ്പോസിഷൻ ഉണ്ട് കേട്ടോ. പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു phi tau of sigma is equal to tau sigma. Since sigma is an even permutation, sigma can be written as the product of even number of transpositions, and so tau sigma can be written as the product of odd number of transpositions. Hence tau sigma element of bn. അപ്പോൾ നമ്മൾ ഈവൻ പെർമ്യൂട്ടേഷനിൽ നിന്ന് ഒരു ഓഡ് പെർമ്യൂട്ടേഷനിൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പോസിഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡാവും, ഈവൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സിഗ്മ ഈവൻ ആയിരുന്നു, നമ്മളൊരു ടോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ഓഡായി മാറി. നൗ ടേക്ക് എനി ഫോർ എനി സിഗ്മ 1. നമ്മളിപ്പോൾ ഇതിൽ കാണിക്കാൻ പോണത് സെയിം നമ്പറാണ് കാണിക്കാൻ വേണ്ടി ഇതൊരു ബൈജക്റ്റീവ് മാപ്പ് 1 1 1 2 മാപ്പാന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ടേക്ക് എനി സിഗ്മ 1 സിഗ്മ 2 എലമെന്റ് ഓഫ് എ. Then phi 2 of sigma 1 is equal to phi 2 of sigma 2 implies tau sigma 1 is equal to tau sigma 2 implies sigma 1 is equal to sigma 2 by left cancellation law in Sn. Hence phi tau is 1 to 1. Now we have to show that it's onto. For that take any element from Bn. നമ്മൾ ഒരു എലമെന്റ് Bn ന്ന് എടുത്തു, അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കണം. So Bn element is an odd permutation. So rho can be written as the product of odd number of transpositions. So tau rho can be written as the product of ഒരു ഓഡിന്റെ കൂടെ ഒരു ആഡ് ചെയ്തു. tau rho can be, അപ്പോൾ അത് ഈവൻ ആവും. So tau rho can be written as the product of an even number of transpositions. Therefore tau rho an element of an. Also the product of two same transposition is always equal to the identity permutation. നമ്മൾ നേരത്തെ കണ്ടതാണ് 1 2 1 2 എന്നുള്ളത് ഐഡന്റിറ്റി ആണ്. So phi tau of tau rho is equal to tau of tau rho which is equal to tau we can associative ചെയ്ത് കഴിയുമ്പോൾ tau ഒന്നിച്ച് വരും rho. That tau is identity permutation. So it's rho. അപ്പോൾ നമ്മൾ അതിനൊരു പ്രീ
ഇമേജ് കണ്ടുപിടിച്ചു. അതിൽ ടോ റോ എന്ന് പറയുന്നത് എയിലുണ്ട്. സോ ഹെൻസ് phi tau is on to Bn. Thus phi tau is 1 to 1 and on to, and hence is a bijunction from An to An on to Bn. Therefore An and Bn have the same number of elements. Since Sn, the symmetric group of n letters, has n factorial elements, both An and Bn contains n factorial. രണ്ടും ഈക്വൽ ആണ്. Snൽ n factorial ഉള്ളത്. So Anലും Bnലും, so both An and Bn contains n factorial by 2 elements of the symmetric group Sn. അത് ബൈജക്റ്റീവ് ആയതുകൊണ്ടാണ് ഈക്വൽ ആവുന്നത്. So n factorial by 2 elements of the symmetric group Sn. ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ സെറ്റ്, അതിനാണ് An നമ്മൾ ഡിനോട്ട് ചെയ്തത്. അതിനാണ് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The subgroup of Sn consisting of the even permutations of n letters is the alternating group An of n letters. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോ ഈവൻ പെർമ്യൂട്ടേഷന്റെ പറഞ്ഞു. ഇനി ഓഡ് പെർമ്യൂട്ടേഷന്റെ സെറ്റ് ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ്. ഇപ്പൊ ഈവൻ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി തന്നെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. രണ്ട് ഓടാണെങ്കിൽ ഇപ്പൊ 1 2 3 4 എന്നുള്ള ഇതിനെ എഴുതുവാണെങ്കിൽ 1 4 1 3 1 2. അപ്പൊ അവിടെ ഒരു ഓർഡർ ഉണ്ട്. അടുത്തതിലും അതുപോലെ തന്നെ വരുവാണെങ്കിൽ 3 ആണ് ഉള്ളതെങ്കിൽ 3 + 3 6 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഈവൻ ട്രാൻസ്പോസിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി ട്രാൻസ്പോസിഷൻ അതിൽ ഉണ്ടാവില്ല. ഐഡന്റിറ്റി ട്രാൻസ്പോസിഷൻ ഈസ് ഈവൻ. സോ ഈ രണ്ട് കാരണം കൊണ്ട് Bn ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ്.